ഹലോ നമസ്കാരം, ഞാൻ മിനി. വെൽക്കം ടു മിനീസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ്, എങ്കിൽ സ്വല്പം സീരിയസുമാണ്, നല്ല രസകരവുമാണ്. അപ്പം നമ്മൾ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ എങ്ങനെയാണ് കൃഷി ചെയ്യാമെന്ന് നോക്കാം. ഇപ്പം നമ്മൾ കൃഷിഭവനിൽ നിന്നൊക്കെ നമ്മൾ തൈയൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കിനകത്തൊക്കെയാണല്ലോ അരിയിട്ട് കിളിപ്പിച്ചൊക്കെ തരുന്നത്. അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രീതിയിലാണ് ഇത് ഞാൻ കാണിക്കുന്നത്. എങ്ങനെയാണ് അരിയിട്ട് കിളിപ്പിക്കുന്നതെന്ന് ഒന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ നമ്മൾ കഴിച്ചിട്ട് കളയുന്ന മുട്ടത്തോട് അത് വലിച്ചെറിഞ്ഞ് കളയാതെ അത് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് നോക്കാം. അപ്പം ഞാൻ വീട്ടിൽ തന്നെ ഉപയോഗിച്ച മുട്ടയുടെ തോടാണിത്. കണ്ടില്ലേ, അടിയിലൊരു ഹോളും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് മണ്ണ് നിറച്ചിട്ട് ഇതിനകത്ത് നമുക്കിനി അരി ഇട്ട് കിളിപ്പിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴും വളരെ ഉപയോഗമുണ്ട്. പിന്നെ നമുക്ക് ഈ മുട്ടത്തോട് കളയേണ്ട കാര്യമില്ല. ഇതേപോലെ നമുക്കെടുത്ത് ഗ്രോ ബാഗിനകത്തോ അയ്യത്തോ കൊണ്ടുപോയി നടാൻ പറ്റും. ആ ചെടിക്ക് വീഴുന്ന എല്ലാ ന്യൂട്രിയൻസും ഈ മുട്ടത്തോടിൽ നിന്ന് കിട്ടിയിരിക്കും. അപ്പം നമുക്ക് വെറുതെ നമുക്ക് പരിസരം നമുക്ക് വൃത്തികേടാക്കുകയും വേണ്ട, പ്ലാസ്റ്റിക്കുകൾ കൂട്ടുകയും വേണ്ട. അപ്പോൾ നമുക്ക് ഈ മുട്ടത്തോട് ഇങ്ങനെ ഒന്ന് പ്രയോജനപ്പെടുത്താം. ഇതിലൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൽ മണ്ണ് നിറയ്ക്കുകയാണ് വേണ്ടിയത്. ഈ ഹോൾ ഇട്ടിരിക്കുന്നത് ഇത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഈ മുട്ടത്തോട് ഇതൊന്നും മാറ്റുന്നില്ല, ഇതേപോലെ നമ്മൾ ഗ്രോ ബാഗിനകത്തോട്ട് അങ്ങ് നടുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത് മണ്ണ് നിറയ്ക്കാം. മണ്ണ് നിറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? സ്വല്പം നല്ല ഒരുപാട് മണ്ണൊന്നും നിറയ്ക്കേണ്ട കാര്യമില്ല, മണ്ണ് നിറയ്ക്കാനും പറ്റത്തില്ല. സ്വല്പം മണ്ണ് സ്വല്പം വെള്ളം എന്ന് വെച്ചാൽ സ്വല്പം മണ്ണെടുത്തിട്ട് സ്വല്പം ചാണകപ്പൊടി വേണം ഇടാനായിട്ട്. അതിട്ട് നിറച്ചുകൊണ്ട് വരാം. സ്വല്പം വളവും 2 ആട്ടും പുഴുക്കയും കൂടെ പൊടിച്ചാണ് ഇട്ടിരിക്കുന്നത്. അതിനുള്ള സ്ഥലമേ ഉള്ളൂ നമുക്ക്. എല്ലാത്തിലും കുറേശ്ശെ മണ്ണ് നിറയ്ക്കാം. മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത മണ്ണാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിനി ഇതിനകത്തോട്ട് നമുക്ക് അരി നട്ടു കൊടുക്കാം. അപ്പോൾ ഞാൻ മുളകിൻ്റെ അരിയാണ് നടുന്നത്. കണ്ടില്ലേ, മുളക് സ്വല്പം ഒന്ന് താത്ത് കൊടുക്കാം, ഒരുപാട് താത്ത് കളയരുത്. മണ്ണിട്ട് കൊടുക്കാം. ഇനി 2-3 വെണ്ട അരിയും കൂടെ നടാം. വെണ്ടയ്ക്ക അരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി സ്വല്പം താത്ത് കൊടുക്കാം. നടുക്ക് ഭാഗത്തോട്ട് ഇട്ട് കൊടുക്കണം. ഇനി 2 പയറരിയും കൂടെ നടാം. 2 പയറരിയും കൂടെ നടാം. ഇതിന് നമുക്ക് പ്ലാസ്റ്റിക്കിൽ നിന്ന് എടുക്കുന്ന ബുദ്ധിമുട്ടോ ഒന്നുമില്ല. ഇതിങ്ങനെ ഇനി നമുക്ക് ഗ്രോ ബാഗ് നട്ടാൽ മതി. കിളിച്ച് വരുമ്പോൾ സ്വല്പം വെള്ളം കൂടെ അതിനകത്ത് സ്പൂൺ വെച്ചാണ് ഒഴിക്കുന്നത്, ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒരാഴ്ചയായി ഞാൻ നട്ട് വെച്ചിരുന്നതാണ്. ഒന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ വെച്ചിരുന്നതാണ്. അതുകൊണ്ട് എൻ്റെ മുളക് തൈ കിളിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ കൊണ്ടുവന്നങ്ങ് നട്ടാൽ മതി. ഇത് 4 ദിവസം കഴിഞ്ഞുള്ളതും കൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മുട്ടത്തോടിൽ വെച്ച് വിത്തുകളെല്ലാം കിളിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടല്ലേ, നല്ലതുപോലെ കിളിച്ചേക്കുന്നത്. നമുക്കിതേപോലെ തന്നെ അങ്ങ് കുഴിച്ചിട്ടാൽ മതി. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് നമ്മളൊരു മുട്ടത്തോടിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ വേരെല്ലാം വേര് പുറത്തോട്ട് വരുന്നുണ്ട്. നമുക്കിതോടുകൂടി ഇനി നമുക്കങ്ങ് മണ്ണിൽ കുഴിച്ചിടാം. ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കങ്ങ് കുഴിച്ചിടാം. മണ്ണിൽ വേണമെങ്കിൽ മണ്ണിൽ കുഴിച്ചിടാം, അതല്ല എന്നുണ്ടെങ്കിൽ ഗ്രോ ബാഗിനകത്ത് കുഴിച്ചിടാം. ഓരോ അരി വീതം മാത്രമായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ ഇതിൽ കിളിച്ചു, ഇതിൽ 2ലും കിളിച്ചിട്ടില്ല. അപ്പോൾ എല്ലാം കിളിക്കണമെന്നില്ല. ഇപ്പം ഗ്രോ ബാഗിനകത്ത് സ്വല്പം വളമൊക്കെ ചേർത്തിട്ടുണ്ട്. ഈ മുട്ടത്തോട് നമ്മൾ കളയുന്നില്ല. ഈ മുട്ടത്തോടിൽ നിന്ന് നമ്മൾ തൈ എടുക്കുകയൊന്നും വേണ്ട, ഇതേപോലെ നമ്മളങ്ങ് കുഴിച്ചിട്ടാൽ മതി. നല്ല കാൽസ്യം ആണ് ഈ മുട്ടത്തോടെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് കൈ വെച്ച് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് മാത്രം ഇതങ്ങ് കുഴിച്ചിടാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെൽ ഐക്കൺ വരും, അതിൽ ക്ലിക്ക് ചെയ്താൽ
ഞാനിടുന്നതായ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. എൻ്റെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.